അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ പേരുകളെ പറ്റിയിട്ടാണ് കഴിഞ്ഞ സംസാരത്തിൽ നമ്മൾ കേട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറേ പേരുകളുണ്ടെന്നും ആ പേരുകളിലൊക്കെ പരിപൂർണമായ വിശേഷണങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നും നമ്മൾ സൂചിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പേരുകൾ പോലെയല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ. അത് വെറുതെ വിളിക്കാൻ മാത്രമുള്ള നാമങ്ങളല്ല. ആ നാമങ്ങൾക്ക് നല്ല അർത്ഥങ്ങളുണ്ട്, അതിൽ നല്ല വിശേഷണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നബിയുടെ പേരുകളും ഖുർആനിൻ്റെ പേരുകളും അതുപോലെ തന്നെ റഹ്മാനായ നമ്മുടെ റബ്ബിൻ്റെ നാമങ്ങളും ഒക്കെ പരിപൂർണമായ വിശേഷണങ്ങൾ അടങ്ങിയ നാമങ്ങളാണ്. അള്ളാഹുവിൻ്റെ പരിപൂർണത പോലെയാകൂല നബിൻ്റെ പരിപൂർണത. ഒരു സൃഷ്ടി എന്ന നിലക്കുള്ള പരിപൂർണതയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അർത്ഥമില്ലാത്ത ഒരു പേര് അള്ളാഹുവിനോ അള്ളാഹുവിൻ്റെ റസൂലിനോ ഖുർആനിനോ ഉണ്ടാകൂല എന്ന ഒരു അടിസ്ഥാനം നമ്മൾ തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ സൂചിപ്പിച്ചു. ഈ സംസാരത്തിൽ ആ പേരുകളുടെ അർത്ഥങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഒന്നാമത്തെ പേര് മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രസിദ്ധമായ നാമമാണ് മുഹമ്മദ്. ഖുർആനിൽ ഇത് 4 ഇടങ്ങളിൽ അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട്. സൂറത്തു ആലു ഇമ്രാനിലെ 144 ആയത്ത്, സൂറത്തുൽ അഹ്സാബിലെ 40 ആയത്ത്, സൂറത്തു മുഹമ്മദിലെ 2 ആയത്ത്. ഖുർആനിൽ മുഹമ്മദ് എന്ന പേരിൽ ഒരു അധ്യായം തന്നെ ഉണ്ട്. സൂറത്തുൽ ഫത്ഹിലെ 29 ആയത്ത്. ഇങ്ങനെ 4 സ്ഥലങ്ങളിൽ ഖുർആൻ പരാമർശിച്ച പേരാണ് മുഹമ്മദ് എന്ന നാമം. സ്തുത്യർഹമായ ഒരുപാട് വിശേഷണങ്ങൾ ചേർന്നവൻ, അല്ലെങ്കിൽ ആവർത്തിച്ച് പ്രശംസിക്കപ്പെടുന്നവർ എന്നൊക്കെ അർത്ഥത്തിലാണ് മുഹമ്മദ് എന്ന പേരുള്ളത്. ആ പേര് ഉച്ചരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകളും മുഹമ്മദ് എന്നും മുഹമ്മദ് എന്നുമൊക്കെ പറയാറുണ്ട്. അവിടെ ശരിക്ക് മുഹമ്മദാണ്. ആ ഹ നമ്മൾ ശ്രദ്ധിക്കണം. പൊതുവേ നമ്മൾ മലയാളികൾ മുഹമ്മദ് എന്നാണ് പറയുക. അപ്പോൾ മുഹമ്മദ് നബിയല്ല, മുഹമ്മദ് നബിയാണ്. ഹ രണ്ടിൻ്റെയും ഉച്ചാരണത്തിൽ മാറ്റമുണ്ട്. അപ്പോൾ ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തൊരു പേരാണ് അഹ്മദ്. അതും ഖുർആനിൽ വന്ന നാമമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇനിയൊരു നബി വരാനുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്ന സമയത്ത് അഹ്മദ് എന്ന പേരാണ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അത് സൂറത്തു സൊഫിലെ 6 ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ഏറ്റവും അധികം അള്ളാഹുവിനെ സ്തുതിക്കുന്നവർ, അള്ളാഹുവിന് സ്തുതി പറയുന്നവർ എന്ന അർത്ഥത്തിലാണ് അഹ്മദ് എന്ന പേരുള്ളത്. മൂന്നാമത്തൊരു പേരാണ് അൽ മാഹി. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമമാണ്. ഈ നാമത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അൽ മാഹി എന്ന് പറഞ്ഞാൽ മായ്ക്കുന്നവൻ, തുടച്ച് നീക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അള്ളാഹു കുഫ്റും ഷിർക്കുമൊക്കെ തുടച്ച് നീക്കി. അതുകൊണ്ടാണ് അൽ മാഹി എന്ന പേര് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചത്. 4ാമത്തെ പേരാണ് അൽ ഹാഷിർ. കാരണം എല്ലാ ജനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിലാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക. അൽ ഹാഷിർ എന്ന് പറഞ്ഞാൽ ഹഷർ എന്നാൽ ഒരുമിച്ച് കൂട്ടലാണ്. സൂറത്തുൽ ഹഷർ. അപ്പോൾ ഒരുമിച്ച് കൂട്ടലാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിലാണ് ജനങ്ങൾ നാളെ ഒരുമിച്ച് കൂട്ടപ്പെടുക. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഹാഷിർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ന് നമ്മൾ പറയുന്ന 5ാമത്തെ പേരാണ് അൽ ആഖിബ്. അൽ ആഖിബ്
അതായത് ഏറ്റവും അവസാനത്തെ നബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിമാരുടെയും റസൂലുമാരുടെയും കൂട്ടത്തിലെ ഏറ്റവും അവസാനത്തെ ആൾ എന്ന അർത്ഥത്തിലാണ് ആഖിബ് എന്ന പേരുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഇനി ഒരു നബി വരാനില്ല. അതുപോലെ തന്നെ മറ്റൊരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലൗ കാന ബഅദി നബിയ്യൻ ലകാന ഉമർ, എനിക്ക് ശേഷം ഒരു നബി വരുമായിരുന്നുവെങ്കിൽ അത് ഉമർ ആകുമായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനി ഒരു നബി വരാനില്ല. നബിക്ക് ശേഷം ഒരു നബി വരാനുണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ ഓൻ ഇസ്ലാമെന്ന് പുറത്താൻ, ഓൻ കാഫിറാൻ. അപ്പോൾ അൽ ആഖിബ്, ഏറ്റവും അവസാനത്തെ ആൾ, നബിമാരിലും റസൂലുമാരിലും അവസാനമായി വന്ന ആൾ എന്ന അർത്ഥത്തിലാണ് അൽ ആഖിബ് എന്ന പേര്. അൽ മുഖഫി, ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്. അൽ ആഖിബ് എന്ന പേരിൻ്റെ അതേ അർത്ഥം തന്നെയാണ്, സമാനമായ അർത്ഥം തന്നെയാണ് അൽ മുഖഫി എന്ന പേരിനും ഉള്ളത്. മുൻകഴിഞ്ഞ നബിമാരുടെ വഴി, പാത പിന്തുടരുന്നവൻ എന്ന അർത്ഥമാണ് ഈ പേരിനുള്ളത്. ആ ഉദ്ദേശത്തിലാണ് അൽ മുഖഫി എന്ന പേരുള്ളത്. അൽ മുഖഫി. നബിയു തൗബ, തൗബയുടെ നബി. തൗബ എന്ന് പറഞ്ഞാൽ പാപങ്ങളിൽ നിന്നുള്ള പശ്ചാത്താപമാണ്. അപ്പം നബിയു തൗബ, തൗബയുടെ നബി എന്ന പേര് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട്. എല്ലാ പേരുകളും വിശദമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നില്ല, അത് നമുക്ക് പിന്നീട് ഒരിക്കൽ ആകാം. നബിയുർ റഹ്മ, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ കാരുണ്യമായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ചിട്ടുള്ളത്. അപ്പോൾ നബിയുർ റഹ്മ എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിൻ്റെ നബി എന്ന അർത്ഥം. അപ്പോൾ ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പ്രധാനപ്പെട്ട നാമങ്ങളും ആ നാമങ്ങളുടെ അർത്ഥവും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അടിസ്ഥാനം നിങ്ങൾ മറക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ പേരുകൾക്കും നല്ല ആശയങ്ങളുണ്ട്. ആ പേരുകളിലൊക്കെ പരിപൂർണമായ വിശേഷണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അർത്ഥമില്ലാത്തൊരു പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകൂല. ഏതായാലും പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ, നബിയുടെ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ നബിയുടെ പേരുകൾ പഠിക്കുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരുപാട് പണ്ഡിതന്മാർ സ്വതന്ത്രമായ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളും ആ പേരിൻ്റെ ആശയവും ഒക്കെ വിശദീകരിച്ചുകൊണ്ട്. അള്ളാഹു കൂടുതൽ അറിയാനും പഠിക്കാനും നമ്മളെ സഹായിക്കട്ടെ. ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും അവൻ വർദ്ധിപ്പിച്ചു തരട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.